സ്വാശ്രയ കോളേജിലെ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഇതിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കും. മരിച്ച നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകാനും മന്ത്രിസഭായോഗ തീരുമാനം. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ കോളേജുകളിലും നിലവിലുള്ള അക്കാദമിക് ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു പരിശോധന നടത്തുന്നതിന് സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത അക്കാദമിക് വർഷം വരാൻ പോവാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി ഇല്ലാതിരിക്കത്തക്ക രീതിയിൽ ഇപ്പോൾ നിലവിലുള്ള സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഏർപ്പാട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. സർവകലാശാലയായിട്ട് ആലോചിച്ചിട്ട് സർവകലാശാലയ്ക്ക് ഇത് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ നേരിട്ട് സർവകലാശാലനെ പരിശോധിക്കും. ഇപ്പോൾ ഇന്ന് തീരുമാനിച്ചിട്ടേ ഉള്ളൂ. അത് സർവകലാശാലയോട് ആലോചിച്ചിട്ട് ഏത് സമിതിയാണ് ഈ അന്വേഷണം നടത്തുക എന്നുള്ള കാര്യം പിന്നീട് തീരുമാനിക്കും. സുനിൽ അരുമാനൂർ നൽകും വിശദാംശങ്ങൾ. സുനിൽ, ഈ സ്വാശ്രയ കോളേജ് വിഷയത്തിൽ ഏത് തരത്തിലുള്ള നീക്കത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്? ഒപ്പം തന്നെ ജിഷ്ണുവിന്റെ കുടുംബത്തിന് ഏത് വിധത്തിലുള്ള സഹായമാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് നൽകാൻ? മനു, അല്പം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് മന്ത്രിസഭയിലെടുത്ത തീരുമാനത്തെക്കുറിച്ച് പറഞ്ഞത്. ആ വാക്കുകളാണ് നമ്മൾ ശ്രവിച്ചത്. ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിലെ വിഷയം ഇപ്പോൾ വളരെ രൂക്ഷമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു സമിതിയെ രൂപീകരിക്കാനായി മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. ഈ സമിതിക്കകത്ത് ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ തന്നെ SC/ST വകുപ്പ് എന്നിവയുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും സമിതി രൂപീകരിക്കുക. ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രിക്കാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് അംഗങ്ങളാക്കിക്കൊണ്ടായിരിക്കും സംസ്ഥാനത്തെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും ആക്ഷേപത്തെക്കുറിച്ചും പരിശോധിക്കുക എന്നതാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത്. മറ്റൊരു കാര്യം പറയേണ്ടി വരുന്നത്, ആഭ്യന്തര വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർമാരുടെ 400 പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അതോടൊപ്പം ഈ സ്വാശ്രയ കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ആത്മഹത്യ ചെയ്ത ജിഷ്ണുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാനും ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മറ്റൊരു തീരുമാനം ഇതാണ്. കേരള പിറവിക്ക് ശേഷം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മന്ത്രിസഭയുടെ 60ാം വാർഷികം ആഘോഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വ്യവസായ വകുപ്പ് മന്ത്രിയെ കൺവീനറായിട്ട് ഒരു ഉപസമിതി രൂപീകരിച്ചു. മന്ത്രിമാരായ AK ബാലൻ, C രവീന്ദ്രനാഥ്, രാമേന്ദ്രൻ കടന്നപ്പള്ളി, AK ശശീന്ദ്രൻ, മാത്യു ടി തോമസ്, E ചന്ദ്രശേഖരൻ എന്നിവർ സമിതിയിൽ അംഗങ്ങളാണ്. തൃശൂർ മഹാരാജാസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ഡെമോൺസ്ട്രേറ്റർ തസ്തിക സൃഷ്ടിക്കാനും ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2017-18 സാമ്പത്തിക വർഷം മുതൽ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി നൽകുന്നതിനുള്ള വകുപ്പ് തല വർക്കിംഗ് ഗ്രൂപ്പിന്റെ അധികാര പരിധി നിലവിലുള്ള 5 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയായി ഉയർത്താനും ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ശരി സുനിൽ അരുമാനൂരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.